ഹായ്. യൂട്യൂബ് ചാനൽ തുടങ്ങിയെങ്കിലും അങ്ങനെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് മുതൽ യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് തന്നെയാണ് ഞാൻ യൂട്യൂബിലും ഷോർട്ടായിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് ഇച്ചിരി വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നല്ല മഴക്കോളുണ്ടേ. അപ്പോൾ ഗ്യാസ് തീർന്നത് കൊണ്ട് എല്ലാം അടുപ്പിലായിരുന്നു. ഇപ്പൊ നമുക്കൊരു മാങ്ങ കട്ടിയതാലോ. ബാ, കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോൾ മേടിച്ചതാണേ മാങ്ങ. പഴുത്ത മാങ്ങ കിട്ടിയപ്പോൾ മേടിച്ചതാണേ. ഞാനങ്ങനെ പഴുത്ത മാങ്ങ മേടിച്ച് വെക്കാറുണ്ട് കാണുമ്പോഴൊക്കെ. നല്ല മഴക്കോളുണ്ട്. ഒരു കാര്യം കാണിച്ചോ. ഒരു പച്ചമുളകിൻ്റെ തൈ നട്ടിട്ടുണ്ടായിരുന്നേ. പച്ചമുളകിൽ നിറയെ പച്ചമുളക് പിടിച്ചു. കാണിച്ചു തരാവേ. കണ്ടോ കണ്ടോ, നിറയെ പച്ചമുളക് പിടിച്ചു. കണ്ടോ കണ്ടോ, ഇവിടേക്ക് ഉണ്ട്. ഒരു പച്ചമുളകിൻ്റെ തൈ നട്ടതാട്ടോ. പേരയ്ക്ക ഉണ്ടോ, നിറയെ പേരയ്ക്ക ഉണ്ടേ. കണ്ടോ, ചെറുതാണെങ്കിലും നിറയെ പിടിക്കുന്നുണ്ടേ. പക്ഷെ എവിടെയോ പഴുത്ത് കണ്ടോ, നിറയെ ഉണ്ട് ഇതില്, പക്ഷേ പഴുത്തിട്ടില്ല. ഞാൻ വഴുതണിങ്ങയുടെ തൈ ഒരുപാട് നടും കേട്ടോ. എനിക്ക് വഴുതണിങ്ങ ഭയങ്കര ഇഷ്ടമാണ്. അത് വിഴുക്കുകയൊക്കെ ഫ്രൈ ചെയ്യുകയൊക്കെ ചെയ്യൂലേ. അപ്പോൾ വഴുതണിങ്ങ ഒരുപാട് നട്ടിട്ടുണ്ടെങ്കിലും അത് കിളിച്ച് വരുമ്പോൾ മാത്രമേ അത് ഏത് കളറാണെന്ന് എനിക്ക് അറിയാൻ പറ്റും. എനിക്ക് കിട്ടിയിട്ടുള്ള എല്ലാം പച്ചയാണേ. ഇപ്പോൾ ഒരു തൈ കിളിച്ച് വന്ന് അതിൽ കാ പിടിച്ചത് ഒരു വയലറ്റ് കളറ്. മാങ്ങ എടുത്ത് അവിടെ വെച്ചേക്കും കേട്ടോ. അതിന് മുമ്പ് ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഞാൻ കഴിഞ്ഞൊരു പ്രാവശ്യം ഞാൻ ഇൻക്യുബേറ്ററിൽ വെച്ച് കോഴിമുട്ട വിരിയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം ഒരു 2-3 എണ്ണമൊക്കെ പാഴി പോയിട്ട് ബാക്കി എല്ലാം എനിക്ക് വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഇന്നിപ്പോൾ ഞാൻ പിന്നെ ഇൻക്യുബേറ്ററിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെ രാത്രി വിരിഞ്ഞേട്ടെ. 2-3 കുഞ്ഞുങ്ങളെ പുറത്ത് വന്നതേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് എൻ്റെ ഇൻക്യുബേറ്റർ. കണ്ടോ, കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിരിക്കുന്നത് കണ്ടോ. ഇനിയും കുറേയൊക്കെ ഇങ്ങനെ പൊട്ടിയിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. അത് വിരിയാറാവുന്നേ ഉള്ളൂ. ബാക്കി 3 എണ്ണം വിരിഞ്ഞിട്ടുണ്ടേ. 3 എണ്ണേ വിരിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട്. അത് വിരിയാറാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാം വിരിഞ്ഞിറങ്ങുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മുടെ മാങ്ങയൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് കേട്ടോ. എന്താ കണ്ടോ, കുറച്ച് പഴുത്ത് പോയിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ഒരു കുഴപ്പമേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ആട്ടോ. നീലം മാങ്ങ അങ്ങനെ എൻ്റെ പേര് കേട്ടോ. ഞാൻ പഴുത്ത മാങ്ങ എപ്പോഴും കഴിക്കുമ്പോൾ കുറച്ച് മുളക് പൊടി ഉപ്പും കൂടി ഇട്ടിട്ടാണ് കഴിക്കാറേ. പഴുത്ത മാങ്ങ എന്തിനാ അങ്ങനെ കഴിക്കണേന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് കുറേ പേര്. പക്ഷെ എങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പഴുത്ത മാങ്ങയിൽ കുറച്ച് ഉപ്പും മുളകും ചേർത്ത് കഴിക്കാൻ. നല്ല ടേസ്റ്റാണേ. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. കഴിക്കാം, കഴിക്കാം. സൂപ്പറാണേ പഴുത്ത മാങ്ങയിൽ ഉപ്പും മുളക് ഇട്ട് കഴിക്കാൻ. അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ.